ഇസ്രായേലിനെതിരെ വീണ്ടും ആക്രമണം നടത്താൻ ഇറാൻ തയ്യാറെടുക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ്. നിലവിലെ സാഹചര്യം ഇറാന് അനുകൂലമാണ് എന്നാണ് അവരുടെ കാഴ്ചപ്പാട്. കാര്യം അമേരിക്കയുമായിട്ട് ഏറെക്കുറെ അകന്നു നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യവും ഇപ്പോൾ ഹോർമുസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ കപ്പലിനെ ആക്രമിച്ചപ്പോൾ, ഹോർമുസ് കടൽ കടക്കാൻ വന്ന ഈ കപ്പലിനെ ആക്രമിച്ച സമയത്ത് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് യാതൊരു രീതിയിലുള്ള തിരിച്ചടിയോ കൃത്യമായ രീതിയിലുള്ള പ്രതികരണം പോലും ഉണ്ടാവാത്തത് അവിടെ ശക്തിക്ഷയമാണ് കാണുന്നത് എന്നുള്ളതും ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ വേണ്ടി അവർക്ക് സാധിക്കുമെന്ന് ലോകം വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു പോസിറ്റീവ് എനർജി ആയിട്ടാണ് ഇപ്പോൾ ഇറാൻ കണക്കാക്കുന്നത്. ഒരു ആക്രമണം കൂടി ഇസ്രായേലിന് നേരെ അനിവാര്യമാണ് എന്ന വിലയിരുത്തലിൽ IRGC എത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പ്രകോപനമില്ലാതെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് നേരെ ഇറാൻ്റെ ആക്രമണം ഉണ്ടായത്. അതൊരു ടെസ്റ്റ് ഡോസാണ്. അതിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് സാധിക്കുകയും ചെയ്തു. ചരിത്രത്തിൽ ഇതിന് മുൻപൊന്നും ഇസ്രായേൽ ഇങ്ങോട്ട് ആക്രമിച്ചു എന്നല്ലാതെ ഇസ്രായേലിനെ അങ്ങോട്ട് കയറി ആക്രമിക്കുക എന്ന രീതി സാധാരണഗതിയിൽ അറേബ്യൻ രാജ്യങ്ങളൊന്നും ഉണ്ടാവാത്തതാണ്. ഇപ്പോൾ അത് ഉണ്ടായിരിക്കുന്നു. 2025 കഴിഞ്ഞ വർഷത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ രീതി നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചാണ്. 2026 ഫെബ്രുവരി 28 നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതാണ്. അങ്ങനെയാണ് ആ റൂട്ട് കാര്യങ്ങളൊക്കെ. 1967 അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലാണ് ആക്രമണം നടത്തിയത്. 1948 യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലാണ് ആക്രമണം നടത്തിയത്. ആ തരത്തിലാണ് അവരുടെ രീതി. എന്നാൽ മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേലിന് നേരെ ഒരു ആക്രമണം ഉണ്ടായത് ആദ്യമായിട്ടാണ് കഴിഞ്ഞ മാസം. ഇപ്പോൾ വിലയിരുത്തുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. അയത്തുള്ള അലി ഖംനായിയുടെ മൃതദേഹം അടക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വിപുലമായിരിക്കുന്ന ഒരുക്കങ്ങളാണ് ഇറാനിലുടനീളം ഇപ്പോൾ തന്നെ ആരംഭിച്ചത്. ജൂലൈ 4 ടെഹ്റാനിൽ പൊതുദർശനത്തിന് വെക്കുന്നത് അയത്തുള്ള അലി ഖംനായിയുടെ മൃതദേഹം. ജൂലൈ മാസം 7 വിശുദ്ധ നഗരമായിരിക്കുന്ന കോമിൽ അനുസ്മരണ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നു. ലോകാടിസ്ഥാനത്തിലെ രാഷ്ട്ര നേതാക്കന്മാരൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി ക്ഷണിച്ചിട്ടുണ്ട്. വിപുലമായിരിക്കുന്ന പരിപാടികൾ തന്നെയാണ് നടത്തുന്നത്. 9 ഈ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. അവിടെയാണ് അടക്കം ചെയ്യുന്നത്. മസ്നദ് എന്ന് പറയുന്ന അവരുടെ പുണ്യ നഗരത്തിൽ വെച്ചിട്ട് അത് അടക്കം ചെയ്യും. ഇതാണ് അതിൻ്റെ രീതി. അപ്പോൾ ഇതിന് മുൻപ് ഒരു ആക്രമണം അനിവാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ കണക്ക് പ്രകാരം നോക്കുന്ന സമയത്ത് 2 കോടിയോളം ജനങ്ങൾ സംസ്കാര ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നഗരത്തിലിറങ്ങും എന്നുള്ളതാണ്. രാജ്യത്തുടനീളം ജനനിബിഡമായിരിക്കുന്ന ഒരു രാജ്യമായിട്ട് അല്ലെങ്കിൽ ഒരു ദേശമായിട്ട് മാറുക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് ഏകദേശം ജൂലൈ 1 മുതൽ അത് ആരംഭിക്കുകയും ചെയ്യും. അത്രയ്ക്ക് വിപുലമായിരിക്കുന്ന പരിപാടികളാണ് ഇറാൻ്റെ അകത്ത് അവർ സംഘടിപ്പിക്കുന്നത്. മുജ്തബ അലി ഖംനായുടെ നേതൃത്വത്തിലും ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ്റെ നേതൃത്വത്തിലുമായിരിക്കും ചടങ്ങുകൾ ആരംഭിക്കുക എന്നുള്ളതും അദ്ദേഹം രംഗപ്രവേശനം ചെയ്തുകൊണ്ട് അദ്ദേഹമായിരിക്കും ഇതിന് നേതൃത്വം നൽകുക എന്ന റിപ്പോർട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വീണ്ടും ഇസ്രായേലിന് ആക്രമണം നടത്തുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രതികാരങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ജൂലൈ മാസത്തിൻ്റെ ആരംഭത്തോടു കൂടി നടക്കപ്പെടുന്ന ഈ ചടങ്ങിനോടനുബന്ധിച്ച് ഏതെങ്കിലും തരത്തിലൊരു വിഷയം ഉണ്ടാവാതിരിക്കാൻ ഒരാക്രമണം കൂടി ഇസ്രായേലിലേക്ക് നടത്തുന്നത് അനിവാര്യമാണ്. തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു തിരിച്ചടി അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇറാൻ നേരെ ഉണ്ടാവില്ല എന്ന് 100% ഗ്യാരണ്ടിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ രീതിയിലുള്ള സൈനിക സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ലോകത്തിന് മുൻപിൽ അപമാനപ്പെട്ടിരിക്കുന്നു. അതിനിടയിൽ ഇപ്പോൾ ഇനിയൊരു തിരിച്ചടി ഉണ്ടാവുക തിരിച്ചടിയെ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചത് വലിയ പ്രയാസമാണ്. അതൊന്നും ഉണ്ടാവില്ല എന്നാണ് വിലയിരുത്തുന്നത്. എന്നാൽ ഇറാൻ എന്തെങ്കിലും ഇസ്രായേൽ എന്തെങ്കിലും പ്രകോപനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാക്കുമോ എന്നതിനൊരു ഒതുക്കം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ആക്രമണം ആലോചിക്കുന്നു എന്ന തരത്തിലാണ്. അവിടെ നിന്ന് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് 2-3 റിപ്പോർട്ടുകൾ ഇതിൻ്റെ ഇടയിൽ തന്നെ പുറത്തു വരുന്നു. അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ നിരീക്ഷിക്കുന്ന ഡ്രോൺ സംവിധാനങ്ങളൊക്കെ അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ ജോർദാൻ്റെയും ഇറാഖിൻ്റെയും സിറിയയുടെയും അതിർത്തി മേഖലയിൽ ഇസ്രായേലിൻ്റെ ഈ ഡ്രോൺ സംവിധാനങ്ങൾ അവർ നിരീക്ഷണ പറക്കൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതും ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇറാന് സാധിക്കുകയും ചെയ്തു. സാറ്റലൈറ്റ് ചിത്രങ്ങളുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇറാൻ അതിന്
പ്രതികരിക്കുകയും ചെയ്തു. അവർ പറയുന്നത് തങ്ങളുടെ രാജ്യത്തെ നിരീക്ഷിക്കാൻ വേണ്ടി മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ ആകാശത്തെ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ രാജ്യം തങ്ങളുടെ രാജ്യത്തിൻ്റെ ശത്രുവായി കണ്ട് ആ രാജ്യത്തെ ആക്രമിക്കും. അത് ജോർദാനും ഇറാഖിനും സിറിയക്കുമുള്ളൊരു മുന്നറിയിപ്പ് തന്നെയായിട്ടാണ് വന്നത്. ഈജിപ്തിൻ്റെ പേര് ആദ്യഘട്ടത്തിൽ വന്നിരുന്നെങ്കിൽ പോലും പിന്നീട് ഈജിപ്തിൻ്റെ പേര് അതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. മാത്രമല്ല ഈജിപ്തും ഇറാനും തമ്മിൽ ഒരുപാട് ദൂരമുള്ളത് കൊണ്ട് ഈജിപ്തിനെ അവർ ഉപയോഗിച്ചോളണമെന്നില്ല. അതല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുന്ന സമയത്ത് ഈജിപ്ത് അതിന് അനുവദിച്ചോളണമെന്നില്ല. ആ തരത്തിൽ ആ കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ നിലനിൽപ്പിൻ്റെ ഒരു വിഷയം ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ട്. കാര്യം അവരുടെ രാജ്യത്ത് ആഭ്യന്തരമായിരിക്കുന്ന ഒരുപാട് വിഷയങ്ങളും പ്രശ്നങ്ങളും നടക്കുന്നു. അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ അല്ലെങ്കിൽ അയൽ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നല്ലൊരു രീതിയിലുള്ള സൗഹൃദ ബന്ധം ഇപ്പോൾ നിലവിലില്ല. യുമായിട്ട് പോലും ഉടക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ സഹകരിക്കാത്ത ഒരു സ്ഥിതിയോ സംജാതമായിട്ടുണ്ട് എന്ന റിപ്പോർട്ടും കാണുന്നു. കാരണം യുഎയും ഇസ്രായേലും ഒക്കെ നല്ല ബന്ധമാണ്. അബ്രഹാം കരാറുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സൗഹൃദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യുഎ ശ്രമിച്ചിട്ടുണ്ട്. ഇസ്രായേലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്. ഇസ്രായേൽ ഇതിൻ്റെ അടുത്ത് തന്നെ അവരുടെ ഈ പ്രതിരോധ സംവിധാനമായിരിക്കുന്ന അയൺ ഡോം കൊണ്ടുവന്ന് അവിടെ സ്ഥാപിക്കുകയും അതിൻ്റെ നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് പ്രത്യേക സൈനികരെ നിയോഗിക്കുകയൊക്കെ ചെയ്തിരുന്നു. വലിയ വിവാദമായിരുന്നത്. എന്നാൽ അതിനുശേഷം ഇറാന് യുഎഇ ആക്രമിച്ചു. യുഎഇയിലെ അമേരിക്കൻ സൈനിക ബേസിനെ ആക്രമിച്ചതോടുകൂടി ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ള ബോധ്യം അവർക്ക് തന്നെ ഉണ്ടായി എന്നാണ് ചുരുക്കം. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എന്ന് പറയാൻ രാജ്യ പുരോഗതിയുമായിട്ട് ബന്ധപ്പെട്ട് അറേബ്യൻ രാജ്യങ്ങൾക്ക് വല്ലാത്ത രീതിയിൽ മൂവിങ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. കാരണം സംഘർഷാവസ്ഥ നീങ്ങിയിട്ടില്ല. ഏത് സമയത്തും ഇനിയും ആക്രമിക്കാൻ പറ്റുന്ന രീതിയിൽ ആ തരത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നോട്ട് വെക്കപ്പെട്ട നിർദ്ദേശത്തിനപ്പുറം മറ്റൊരു കാര്യവും അവർ അംഗീകരിക്കുകയില്ല എന്ന് അവർ അവസാനം പറഞ്ഞു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിയന്നയിൽ നടത്തിയിരിക്കുന്ന ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നയനിലപാടിൽ നിന്ന് വ്യതിചലിക്കാത്ത തരത്തിൽ സമാധാന ശ്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തോട് തങ്ങൾക്ക് സഹകരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്നാൽ തങ്ങളുടെ നിലപാടുകൾ, സമീപനങ്ങൾ മുമ്പെല്ലാം മുന്നോട്ട് വെക്കപ്പെട്ട നിർദ്ദേശങ്ങൾ എന്താണോ അതപ്പാടെ അംഗീകരിക്കുക. അത് അമേരിക്ക അംഗീകരിക്കണം എന്നുള്ളതാണ്. $300 ബില്യൺ നഷ്ടപരിഹാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള ഒരു കൃത്യമായിരിക്കുന്ന വിവരം പോലും മധ്യസ്ഥർ മുഖാന്തരം ഇറാൻ സമർപ്പിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വന്നു. ആകെ കൂടി കലുഷിതമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നിലവിൽ ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയവും ഇസ്രായേൽ അമേരിക്കൻ രാഷ്ട്രീയവും കടന്നു പോകുന്നത് എന്ന് ചുരുക്കം. ഇസ്രായേൽ സ്ഥാപിച്ചത് നമുക്കറിയാം 1948 ബ്രിട്ടൻ അനുമതിയോടുകൂടി പാലസ്തീനികളുടെ ഭൂമി പിടിച്ചെടുത്തുകൊണ്ട്. അങ്ങനെയാണ് ആരംഭം കുറിക്കപ്പെട്ടത്. ബ്രിട്ടനാണ് അതിൻ്റെ നേതൃത്വം. പിന്നീട് അത് സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് പിന്നെ അമേരിക്കയിലേക്ക് എത്തി. ഇപ്പോൾ അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് ഏറെക്കുറെ ഉള്ളത്. പക്ഷേ അമേരിക്കയെ അനുസരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഇസ്രായേലിൻ്റെ അവസ്ഥകൾ മാറിയപ്പോൾ അമേരിക്ക യഥാർത്ഥത്തിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒറ്റപ്പെട്ടു പോവുകയാണ്. കാര്യം ഈ യുദ്ധങ്ങൾ അത്രയും നടത്തിയതും ഈ പ്രശ്നങ്ങൾ അത്രയും ഉണ്ടാക്കിയത് ഇസ്രായേലിന് വേണ്ടിയിട്ടാണ്. ഇസ്രായേൽ ഇപ്പോൾ അമേരിക്കയെ അംഗീകരിക്കാത്ത തരത്തിലും അവർ മുന്നോട്ട് വെക്കുന്ന നിലപാടുകളും നിർദ്ദേശങ്ങളും സ്വീകാര്യമല്ല എന്ന തരത്തിലും ഈ ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഈ ഇറാനും അമേരിക്കയും തമ്മിലുള്ള വിഷയത്തിലേക്ക് എന്തിന് കൂട്ടിയേക്കുന്നു എന്ന ചോദ്യം അവിടെ ഇസ്രായേൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് കൃത്യമായ രീതിയിലുള്ള മറുപടിയും വന്നിട്ടുണ്ട്. ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് പരാമർശവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പേഴ്സണൽ സെക്രട്ടറിയോ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട വ്യക്തിയാണ് അതിന് മറുപടി നൽകിയത്. ഓരോരോ ദിവസവും ഭക്ഷ്യധാന്യങ്ങൾ ഇസ്രായേലിലേക്ക് എത്തിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നൽകുന്ന തരത്തിലാണ് അമേരിക്കയുടെ ആയുധ ഫാക്ടറികളും കമ്പനികളും ഇസ്രായേലിലേക്ക് ആയുധം കൊണ്ടുപോകുന്നത്. തങ്ങളുടെ ആയുധം ഇല്ലെങ്കിൽ, തങ്ങളുടെ സംരക്ഷണം ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഇടപെടാൻ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യമില്ലെങ്കിൽ എന്നേ നിങ്ങൾ അട്ടിമറിയപ്പെടും. ഭരണ സംവിധാനം നിലനിൽക്കാത്ത പറ്റാത്ത സാഹചര്യങ്ങൾ പോലും അവിടെ ഉണ്ടാവും. അതുകൊണ്ട് അമേരിക്കയെ വിമർശിക്കുന്ന സൂക്ഷ്മതയോടുകൂടി വേണം എന്നൊരു മുന്നറിയിപ്പ് കൂടി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഈ മേധാവി നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, സൈനികപരമായ രീതിയിൽ മാത്രം വിജയിച്ച ഒരു യുദ്ധമല്ല ഇറാൻ്റേത്. അവർ സൈനിക ശക്തി ഉപയോഗിക്കുന്നതിനേക്കാൾ ഏറെ വലിയ ബുദ്ധിപരമായ രീതിയിലുള്ള നീക്കുപോക്കുകളാണ് നടത്തിയത്. അതാണ് അറേബ്യൻ രാജ്യങ്ങൾ അമേരിക്കയുടെ സൈനിക ബേസിൽ നേരെ ആക്രമണം നടത്തുക. അവർക്ക് വളരെ എളുപ്പത്തിൽ നടക്കുന്നതാണ്. ചെറിയ ചെലവിൽ വലിയ നാശങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അത് ഇറാൻ വളരെ ബുദ്ധിപരമായ രീതിയിൽ ഉപയോഗിച്ചു.
രണ്ടാം ഘട്ടമാണ് ഹോർമുസ് കടൽ. ഹോർമുസ് കടൽ വെച്ചാൽ വീതി ആകെ 15 കിലോമീറ്ററാണ്. 15 മുതൽ 30 കിലോമീറ്ററും നീളം ഏകദേശം 90 കിലോമീറ്ററുമാണ്. ഇത് അടക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ്. ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് സ്വതന്ത്രമായിരിക്കുന്ന പാത, അന്താരാഷ്ട്ര പാതയായിട്ടാണ് ഹോർമുസിനെ കണ്ടത്. ഒരു രൂപ പോലും ഇറാൻ വാങ്ങിയിട്ടില്ല. അത് കൊടുക്കേണ്ട ആവശ്യമില്ല, സ്വതന്ത്ര പാതയാണ് എന്നുള്ളത്. എന്നാൽ സ്ഥിതി ഇപ്പോൾ മാറിയത് എങ്ങനെയാണ്? യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അതൊരു പ്രതിരോധ കവചമാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഹോർമുസ് എന്ന കടലിന് ആണവായുധത്തേക്കാൾ മൂർച്ച ഉണ്ട് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷണം. അത് ഫലം ചെയ്തു. ലോകം മുഴുവനും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പെട്രോളിയം ഉൽപ്പന്നത്തിൻ്റെ വില കൂടി. പെട്രോളിയം ഉൽപ്പന്നത്തിൻ്റെ വില കൂടിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റെല്ലാ ആവശ്യ വസ്തുക്കളുടെയും വില കൂടെ സ്വാഭാവികമാണ്. ഏറ്റവും വലിയ രസകരമായിരിക്കുന്ന കാര്യം, ഏറ്റവും കൂടുതൽ പെട്രോളിയം കയറ്റുമതിക്ക് അല്ലെങ്കിൽ ഗ്യാസ് ഓയിലിനൊക്കെ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് അമേരിക്ക. ആ രാജ്യത്ത് 3 ഘട്ടത്തിലാണ് ഏകദേശം 42% പെട്രോളിയത്തിന് വില കൂടി എന്നുള്ളതാണ്. അവർക്ക് പോലും അവരെ നിയന്ത്രിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളത്. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ഇനിയൊരു യുദ്ധത്തിന് കൂടി ഇറാൻ എന്ന് പറയുന്ന രാജ്യം തയ്യാറെടുപ്പ് നടക്കുന്നു ഇസ്രായേലിനെതിരെ എന്നുള്ള കാര്യം ഏറെക്കുറെ കൃത്യമായിരിക്കുക.